കലീനയുടെ മനുഷ്യന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി കുട്ടിയുടെ മാമച്ചൻ ചോദിച്ചു, അല്ല ആരുടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അതെ, എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനെന്ന് പറഞ്ഞു. എടി അവരൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? എന്നെ കാണാനായിട്ട്. അതിപ്പോൾ അറിയില്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ഗ്രേസം വെച്ചു, നീ അവരോട് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇല്ലെന്നേ, അവർ ചങ്ങനാശ്ശേരി എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എടി നിന്റെ അച്ഛൻ കിടപ്പിലായിരുന്നല്ലോ. ആ അതെ, കിടപ്പിലായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ കിടന്നാൽ ശരിയാകത്തില്ല, എഴുന്നേക്കണമെന്ന്. അച്ഛൻ എഴുന്നേറ്റു. പിന്നെ ഒരു ദിവസം പറഞ്ഞു, എഴുന്നേറ്റിട്ട് കാര്യമില്ല, നടക്കണമെന്ന്. പിന്നെ അച്ഛൻ നടന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, പിന്നെ നീ പറയുന്ന പോലെല്ലാം അങ്ങ് നടന്നേക്കുമല്ലേ. ആ ഇതാ ഇപ്പം അങ്കിളിന് മനസ്സിലാവാത്ത, ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗ്രേസം പറഞ്ഞു, അല്ലടി അവരിന്ന് തന്നെ വരത്തില്ലേ? പിന്നെ വരത്തില്ലേന്നോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ആൻറ്റി? ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവരെന്തിനാ വരുന്നത്, എങ്ങനെ എന്താണെന്നും അറിയത്തില്ലോ. പിന്നീട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മാമച്ചനോട് ഗ്രേസമ്മ ചോദിച്ചു, മാമച്ചായ എനിക്ക് ആകെപ്പെട്ടൊരു ഭയം തോന്നുന്നുണ്ട്. എന്താ, അവരെന്തിനായിരിക്കും വരുന്നേ? നമ്മുടെ മോളെ ചോദിക്കാനാണോ? അതൊന്നും അറിയില്ല ഗ്രേസമ്മേ. അവർ നമ്മുടെ മോളെ ചോദിക്കുമെന്ന് ചോദിച്ചു. ചോദിക്കട്ടെ, പക്ഷെ നമ്മൾ കൊടുക്കത്തില്ലല്ലോ. നമ്മുടെ മോളെ നമ്മൾ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. അവർ വന്ന് ചോദിച്ചിട്ട് പോയിക്കോട്ടെ, ചോദിക്കുന്നതിന് ആർക്കും മുടക്കൊന്നും ഇല്ലെന്ന് മാമച്ചൻ പറഞ്ഞു. ഇതേ സമയം ഗംഗാധരനും ശിവശങ്കരനും മനുശങ്കറും കൂടെ സംസാരിക്കുമ്പോഴത്തേനും കമല ചായയായിട്ട് വന്നു. കമല ചായ കൊടുന്ന് ഗംഗാധരൻ്റെ കൊടുത്തു. ആ സമയം മനുശങ്കർ ചോദിച്ചു, ഇതെന്താമ്മേ വെല്ലിച്ചിന് മാത്രം ചായ ഉള്ളോ? അതെ, നിങ്ങളൊക്കെ കുറച്ചു മുമ്പ് കുടിച്ചല്ലേന്ന് ചോദിച്ചു. അമ്മ എനിക്കൂടെ ഒരു ചായ. വേണ്ട, 10 മിനിറ്റ് മുമ്പല്ലേ കുടിച്ചതെന്ന് ചോദിച്ചു. ഗംഗാധരൻ പെട്ടെന്ന് തൻ്റെ മുമ്പിലിരുന്ന ചായ മനുവിൻ്റെ മുന്നിലേക്ക് നീട്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കുടിക്കുക. ഇനി കമല എനിക്കൊരു ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കമല ഇങ്ങനെ നോക്കിയിട്ട് കമല അകത്തേക്ക് ചായ എടുക്കാനായിട്ട് പോയി. ആ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു, അല്ല വൈജയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? വൈജ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചോ? അതിന് വൈജ പോയി വീടൊക്കെ കണ്ടോ? എവിടെയാ വീടെടുത്തതെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, പുലിയന്നൂരാ. അല്ല അവള് വീട് പോയി കണ്ടോ? ശിവശങ്കരൻ പറഞ്ഞു, ഇനി ഇപ്പം അവൾ കാണുമോ കാണാതിരിക്കുമോ എന്ത് വെള്ളം ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം ഗംഗേട്ട. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും കാലം അവളുടെ ഇഷ്ടത്തിനെല്ലാം വിട്ടുകൊടുത്തേ, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. അവളെ പിടിയാലെ തന്നെ നമ്മൾ കടപ്പാട്ടിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ചായയായിട്ട് വന്നു. അങ്ങനെ ചായ ഗംഗാധരന് കൊടുക്കുന്ന സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, കമല എനിക്ക് ചായ ഇല്ലേന്ന് ചോദിച്ചു. ഓ അതൊക്കെ മുമ്പ് നേരത്തെ പറയണമായിരുന്നു പറഞ്ഞു. ഗംഗാധരൻ തന്നെ മുന്നിരുന്ന ചായ ശിവശങ്കരന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കമലെ നീ എനിക്കൊരു ചായ എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. കമല ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയ ഗംഗാധരനെ അതിന് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, കമല വെല്ലുവിളിയും കാര്യങ്ങളായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കമലയല്ല വൈജ വെല്ലുവിളിയും കാര്യങ്ങളുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തോറ്റു പോകാൻ പോകുന്നേ അവൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു, അല്ല ഹരിയുടെ കാര്യങ്ങൾ എങ്ങനെയായി? അവന് മാത്രം ജാമ്യം കിട്ടിയില്ല, രോഗി പുറത്തിറങ്ങി. അതിപ്പം ബാലേന്ദ്രനെ എടുക്കൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല എന്ന് മനുശങ്കർ പറഞ്ഞു. അത് അലീന കാരണമെന്ന് പറഞ്ഞു. അലീനയോ? അതെ, അലീന ആ പെൺകുട്ടിയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് രോഹിത്തിനെതിരെ അവളൊന്നും പറയാതിരുന്നേ, രോഹിത്തിനെ രക്ഷിച്ചെന്ന് പറഞ്ഞു. പിന്നീട് നടന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കമല ചായയൊക്കെ ആയിട്ട് വന്നു. ആ സമയം ഗംഗാധരൻ കമലയോട് ചോദിച്ചു, കമല നീ ചായ കുടിച്ചോ? ഇല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ ഈ ചായ കുടിച്ചിട്ട് എനിക്ക് വേറെ ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ഇങ്ങനെ ഗംഗാധരനെ നോക്കുക. ആ സമയം മനുശങ്കർ പറഞ്ഞു, അമ്മ ചെല്ലകത്തേക്ക്, ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം കമലയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തവണ ചായ എന്നും പറഞ്ഞിട്ട് ഗംഗാധരൻ്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. കമല ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഗംഗാധരൻ മനുശങ്കരോട് പറഞ്ഞു, എടാ അപ്പം അങ്ങനെയൊക്കെയാണല്ലേ രോഗത്ത് രക്ഷപ്പെട്ടെ? അത് വില്ലച്ച, അങ്ങനെയൊക്കെ തന്നെ രക്ഷപ്പെട്ടെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. രോഗത്ത് തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഹരിശങ്കറിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, എടാ മോനെ, എൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ശരിക്കും മാലതിയുടെ മുന്നിൽ പോലും എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ലായിരുന്നു. ഹരിയുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അത്ര വലിയ നാണക്കേടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടായിരുന്നു എനിക്കുണ്ടായെന്ന് പറഞ്ഞു. ഇതേ സമയം ജയദേവനും രമേശൻ നായരും കൂടെ രേവതിക്കുട്ടിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ കാറ് വീടിൻ്റെ അവിടെ മുന്നിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും രമേശൻ നായർ പറഞ്ഞു, ഇതാ രേവതിക്കുട്ടിയുടെ വീടെന്ന് പറഞ്ഞു. ജയദേവൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, അവളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അവളിവിടെ വെറും ജോലിക്കാരി മാത്രമല്ലേ? അങ്ങനെയല്ല അവർ കാണുന്നത്, സ്വന്തം മോളെ പോലെ. എന്ന് പറഞ്ഞാലും സ്വത്തുക്കളൊന്നും കിട്ടത്തില്ലോ എന്ന് പറഞ്ഞു. രമേശൻ നായർ പറഞ്ഞു, ചില ബന്ധങ്ങൾ അങ്ങനെയാ, സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടല്ല ജയദേവ. ചിലപ്പം ഓരോ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ
ഫ്രീ ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. അതുപോലെ ഒന്നാണിത്. കാരണം സ്വത്തോ പണമോ മോഹിച്ചുള്ള ബന്ധമല്ല ഇതെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ അവൾക്ക് വേണ്ടുന്നതല്ല നമ്മൾ കൊടുത്തേനം. നമ്മളോടൊപ്പം അവൾ വരുവാണെങ്കിൽ, പക്ഷെ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ പറഞ്ഞു വിടാനായിട്ട് ഗ്രേസമ്മയും മാമച്ചനും തയ്യാറാവുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ജയദേവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കുമാണ് രേവതിക്കുട്ടി സിറ്റൗട്ടിലേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ജയദേവൻ്റെ രമേശൻ നേരം കാറിൽ നിന്ന് ഇറങ്ങി. രമേശൻ നേരിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ നിൽക്കുന്ന മുത്തച്ഛനകത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു. മോളെ ഞങ്ങൾ പഠിക്കുന്ന കണ്ടു കേട്ട് അങ്ങോട്ട് കയറി വരാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു. ജയദേവനോട് ചോദിച്ചു, അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട്? അച്ഛൻ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇപ്പം വലിയ പ്രശ്നമില്ല മോളെ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോഴേക്കും രമേശൻ നായർ പറഞ്ഞു, മരുന്ന് ആകെപ്പാടെ ഒരു പെയിൻ കില്ലർ മാത്രമല്ലേ ഉള്ളൂ, അത് കഴിക്കുന്നുണ്ട്. പിന്നെ മനസ്സാണ് മോളെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറഞ്ഞാൽ. മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. നീ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസം ഇവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ. അതുകൊണ്ടാണ് ഇവ ഇപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവൾക്ക് രേവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമായി. രേവതിക്കുട്ടി പറഞ്ഞു, രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് എങ്ങനെ ശരിയാകുന്നേ, അകത്തേക്ക് കയറി വാ, അവിടെ മാമച്ചാനും ഗ്രേസമ്മാൻ്റെയൊക്കെ നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജയദേവൻ്റെ കയ്യിലേക്ക് വന്ന് പിടിക്കുന്ന സമയത്ത് ജയദേവൻ രേവതിക്കുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഇത്രയും കാലം അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ജയദേവൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പിന്നീട് രേവതിക്കുട്ടി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഞാൻ അവരെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മാൻ്റെയൊക്കെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്ത് രമേശൻ നായർ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം അനാഥയായിട്ടല്ലേ അവൾ വളർന്നു വന്നത്. അവൾക്ക് ദൈവമായിട്ട് കൊടുത്ത അവളുടെ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയദേവൻ പറഞ്ഞു, അത് ശരിയാ അച്ഛാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് ഇത്ര നല്ലൊരു വീട്ടിലേക്ക് വരാൻ സാധിക്കില്ലോ എന്നൊക്കെ പറഞ്ഞു. ഗ്രേസമ്മയും കൂട്ടി രേവതിക്കുട്ടിയും അങ്ങോട്ട് വന്നു. ഗ്രേസം പറഞ്ഞു, അല്ല യാത്ര ഇത് ക്ഷീണിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയദേവൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അല്ല സാറാണോ വണ്ടി ഓടിച്ചെന്നൊക്കെ രമേശൻ നായരോട് ചോദിക്കുകയാണ്. അല്ലല്ല, വേറെ ഡ്രൈവറുണ്ട്, ഇവന് വണ്ടി ഓടിക്കാറൊന്നും ആയില്ലോ, അല്ലെങ്കിൽ പിന്നെ ഇവൻ ഓടിച്ചാരെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കൈക്കും കാലിലൊന്നും ബലമായിട്ടില്ല. അല്ല ഇപ്പം മരുന്നുകളും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ലേ ജയദേവൻ? മരുന്നുണ്ട്, ഒരു ഗുളിക മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനേക്കാളും വലിയ മരുന്നല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് രേവതിക്കുട്ടി വിളിക്കും. രേവതിക്കുട്ടി വിളിച്ച് ഇവനോടൊന്ന് സംസാരിക്കും. അത്രയും നല്ലൊരു മരുന്ന് ഈ ലോകത്തിൽ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് ചോദിച്ചു. ഗ്രേസം പറഞ്ഞു, അത് ശരിയാ, മനസ്സാണ് എല്ലാത്തിനും പ്രധാനം എന്ന് പറഞ്ഞു. രേവതിക്കുട്ടിയോട് പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വാ, ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, പക്ഷേ ഇതേ ജയദേവന് ഐസ് ഇടണ്ട കേട്ടോ, ഐസ് ഇട്ട് അത്രയും തണുപ്പുള്ള വെള്ളമൊന്നും ഇവന് കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടി അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഗ്രേസം ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജയദേവൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും വിചാരിച്ചല്ല. രേവതിക്കുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഗ്രേസം പറഞ്ഞു, എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലോ കഴിഞ്ഞ പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമല്ലായിരുന്നോ ഞങ്ങൾ വന്ന സമയത്ത്? ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എത്ര പെട്ടെന്ന് ഒരു മനുഷ്യന് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നല്ലേന്ന് ചോദിച്ചു. രമേശൻ നായർ പറഞ്ഞു, അത് ശരിയാ, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടം വരെ ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനായിട്ട് പറ്റിയത്. അതെ, അധിക സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. അതെന്ത് പോക്കാ പോകുന്നേ? പെട്ടെന്നൊന്നും അങ്ങനെ വിടാനൊന്നും പോകുന്നൊന്നുമില്ല, ഇവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ആ സമയത്ത് രേവതിക്കുട്ടി ജ്യൂസൊക്കെ ആയിട്ട് വന്നു. ജ്യൂസൊക്കെ അവർക്ക് കൊടുത്തു. അല്ല മാമച്ചൻ എന്തെന്ന് ചോദിച്ചു. അതെ, മാമച്ചായൻ കിടക്കുക, ഇപ്പം തന്നെ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. മാമച്ചായന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ രേവതിക്കുട്ടി പറഞ്ഞായിരുന്നു, അതൊക്കെ അറിഞ്ഞായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? മെഡിസിനും കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു, അച്ഛാ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം വേണ്ട മോളെ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, അവരിപ്പോൾ പോകുന്നില്ല, പിന്നീട് പോകുന്നുള്ളൂ. അല്ലെങ്കിലും ഇന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല, ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. രമേശൻ നായർ പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് വൈജയ്ക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. വൈജയോട് പറഞ്ഞു, അതെ വീട്ടിൽ ചെന്നാലും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും മുടക്കരുതെന്ന് പറഞ്ഞു. അല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വന്ന് വേണേൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അതിന് വേണ്ടിയുള്ള തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫിസിയോതെറാപ്പി മുടക്കരുത്, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നടക്കാനൊക്കെ ആയിട്ട്, പിന്നെ പതുക്കെ അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജി പറഞ്ഞു, ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. വൈജിക്ക് ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് മാമച്ചനെ കാണാനായിട്ട് കുര്യച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. കുര്യച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ഓടി ഇറങ്ങി ചെന്നു. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? മാമച്ചൻ എന്തേ ചോദിച്ചു.
മുറിയിലുണ്ട് അങ്കിളെ കിടക്കുമെന്ന് പറഞ്ഞു. അല്ല ഇത് ആരുടെ ഈ വണ്ടി? എൻ്റെ അച്ഛൻ വന്നതാ. അച്ഛനോ? അതെ, എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ വന്നാ. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുര്യച്ചനകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ജയദേവനും രമേശ് നായരെയൊക്കെ രേവതിക്കുട്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ അച്ഛൻ ജയദേവൻ, മുത്തശ്ശൻ രമേശ് നായർ എന്ന് പറഞ്ഞു. ആ, കൊള്ളാലോ. പിന്നീട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അല്ല എന്തെയും മാമച്ചൻ എന്തെയ്യെന്ന് ചോദിച്ചു. ആ സമയം ഗ്രേസമ്മ മാമച്ചനെ കൈ പിടിച്ചോണ്ടും കൂടെ വരുവാണ്. ആ, ഇത്രത്തോളമൊക്കെ ആയോ? കയ്യെ പിടിച്ച് നടത്തുന്ന ഗതികേടായോ എന്ന് ചോദിച്ചു. മാമച്ചൻ പറഞ്ഞു അതിനുള്ള ഒന്നും ഇല്ലെന്നേ, ഇവളോട് പറഞ്ഞ അനുസരിക്കണ്ടേ, ഇവളെന്നെ വലിയ രോഗിയാക്കി മാറ്റി വെച്ചിരിക്കുക, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ല ഇതെങ്ങനെയാ കുര്യച്ചാൻ അറിയുന്നു ഞാൻ ചോദിച്ചു. അതൊക്കെ ഞാൻ എന്നെ വിളിച്ച് ഗ്രേസമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇവളോട് ഒരു കാര്യം ആരോടും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. കുര്യച്ചൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാമച്ചൻ ഇങ്ങനെ അസുഖം പറഞ്ഞപ്പം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വയ്യാത്ത ഒരാളെ വന്നേ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു കരുതിയിട്ടല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം നിശബ്ദരാകുകയാണ്. അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്ക് ഇനിയും ജീവിതമുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കാണാനായിട്ട് വരുന്നത്. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു അത് ശരിയാ, ചിലപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം മതി ഒരാൾ ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട്. ദേ ഈ ഇരിക്കുന്ന ജയദേവനുണ്ടല്ലോ, ജയദേവനെ ഞങ്ങൾ ആദ്യം കാണാൻ ചെല്ലുന്ന സമയത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് അവസാനം കണ്ടില്ലേ, ഇപ്പം എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അത്രത്തോളം എത്തിയ ആളെന്ന് പറഞ്ഞു. രമേശൻ നായർ പറഞ്ഞു അത് ശരിയാ, എൻ്റെ മോൻ അങ്ങനെയായിരുന്നു കിടന്നിരുന്നേ, പക്ഷെ പിന്നീട് ഓക്കെ ആയെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ അവരെല്ലാം ആഹാരം കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ രേവതിക്കുട്ടിയാണ് വിളമ്പി കൊടുക്കുന്നത്. രമേശൻ നായർ പറഞ്ഞു അതെ എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയ മോളെ ഒരിത്തിരി മതി എന്ന് പറഞ്ഞു, ഞാൻ അത്രയൊക്കെ കഴിക്കുള്ളൂ. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു എനിക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. പിന്നെ ഇടുന്നുണ്ട്, ഞാൻ നല്ല വെന്തനെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുര്യച്ചൻ പറഞ്ഞു എൻ്റെ മോളെ നീ ഇത്രയൊക്കെ നോക്കിയിട്ടും ഇവർക്ക് അസുഖങ്ങളൊന്നും കുറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ എൻ്റെ അങ്കിളെ, കട്ടുതീറ്റയല്ലേ പ്രധാനം, ഞാനില്ലാത്ത സമയത്തെല്ലാം കട്ടു തിന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ ആയി തീർന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസമയം മാമച്ചനും കൂടെ ചിരിക്കുവാണ്. ഈ സമയത്ത് ജയദേവൻ മാത്രമൊന്നും കഴിച്ചില്ല. അല്ല ഇതെന്താ കഴിക്കണില്ലേന്ന് ചോദിച്ചു. എനിക്കൊന്നും കഴിച്ചുകൂടാ. പാതി വേവിച്ച പച്ചക്കറിയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഭക്ഷണത്തിലാണെങ്കിൽ കുറച്ച് ഡയറ്റും കാര്യങ്ങളും കൺട്രോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാ ആഹാരമൊന്നും കഴിച്ചുകൂടാന്ന് പറഞ്ഞു. പത്യമൊക്കെ ഉള്ളാന്ന് പറഞ്ഞു. ആണോ അങ്ങനെ? അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് രസം ചോദിച്ചു. അത് സാരില്ല. രമേശൻ നായർ പറഞ്ഞു ഒന്നെങ്കിൽ ഇവന് വല്ല കരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആണോ? അന്നെങ്കിൽ ഇവിടുത്തെ മുറ്റത്ത് ആ തെങ്ങ് നിപ്പുണ്ട്, നിലത്ത് നിന്നാൽ പറിക്കാവുന്ന തേങ്ങ, അതുകൊണ്ടൊരു കരിക്ക് ഇട്ടോണ്ട് വരാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ പോയി ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് കുര്യച്ചൻ ചോദിച്ചു അല്ല നിങ്ങൾ വന്നത് രേവതിക്കുട്ടിയെ കൊണ്ടുപോകാനാണെന്നൊരു ചോദ്യമായിരുന്നു. അത് കേട്ടപ്പോൾ മാമച്ചനും ഗ്രേസമ്മയ്ക്ക് ഒരു ഞെട്ടിലൂടെ പരസ്പരം നോക്കുക. രമേശൻ നായർ പറഞ്ഞു അല്ല നിങ്ങൾ വിട്ടു തരുവാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയിക്കോളാന്ന് മാമച്ചനോടൊക്കെ പറയാം. കുര്യച്ചൻ പറഞ്ഞു ഇനിയിപ്പം ഇവരെ വിട്ടു തന്നാലും അവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അവളുടെ ആദ്യത്തെ അച്ഛനും അമ്മയും ഇതേ ഈ ഇരിക്കുന്ന ഗ്രേസമ്മയും മാമച്ചനും അല്ലേ, അവൾക്ക് ഇവരോടല്ലേ സ്നേഹം. നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ സ്നേഹത്തിനൊരു മാറ്റു കുറയാൻ പോകുന്നില്ല. അത് മാത്രമല്ല ഇവരെ ഇട്ടിട്ട് അവൾ വരാനും പോകുന്നില്ല. ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അവളെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ആ സംശയം അങ്ങോട്ട് മാറിക്കിട്ടി. ഇവര് മറ്റേ മാമച്ചനും ഗ്രേസമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടിക്ക് അത്ര പ്രിയപ്പെട്ടാന്ന് പറഞ്ഞു. അത് കേട്ടതും ജയദേവൻ്റെ അവരുടെയൊക്കെ മുഖം മാറി. കാരണം അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തങ്ങളോടൊപ്പം ഞങ്ങളുടെ മോള് വരുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.